എന്നെ രക്ഷിക്കണം. എനിക്കൊരു കയ്യബദ്ധം വന്നു പോയതാ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഒരുത്തന്റെ ജീവൻ എടുത്തിട്ട് കയ്യബദ്ധമൊന്നോ? പറഞ്ഞില്ലേ സാറേ, അയാൾ മുന്നിലൊന്ന് ചാടിയതാ, ചവിട്ടിട്ട് ബ്രേക്ക് കിട്ടിയില്ല. ഇതാരാ ഇവിടെ കയറി കിടക്കുന്നേ? അതെ, ആരാ? എഴുന്നേറ്റേ. എഴുന്നേക്കാനാ പറഞ്ഞേ. ആഹാ, ഇത് കൊള്ളാലോ. നീ ഏതാ? എന്തിനാ ഇതിനകത്ത് കയറി കിടക്കുന്നേ? വിശന്നിട്ട് തളർന്ന് വീഴാൻ പോയപ്പോ കേറി കിടന്നതാ. നിന്നെ പോലുള്ള പെണ്ണുങ്ങളൊന്നും ഇതിനകത്ത് കയറി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പോയേ, ഇവിടെ VIP കളൊക്കെ ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലോ. എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുമോ? അത്രയ്ക്ക് വിശന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും എനിക്ക് ആരോഗ്യമില്ല. ശരി, കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്ഥലം വിട്ടോളണം. ഈ പരിസരത്ത് കാണരുത്, കേട്ടല്ലോ? ഇല്ല, ഞാൻ പോയിക്കോളാം. വാ. നിക്ക് നിക്ക് നിക്ക്. ഈ വെള്ളം കുടിക്ക്, അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇങ്ങനെ നടക്കുന്നവരൊക്കെ കട തുറക്കുമ്പോ ഇവിടെ ഒന്ന് ഇരിക്കാറുണ്ട്. ഞാൻ ആരും ഇവിടെ കേറ്റാറില്ല. ഞാൻ അങ്ങനെയൊന്നും നടക്കുന്ന പെണ്ണല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ വന്ന് ഭക്ഷണം ചോദിക്കും. കാലം മോശമായതുകൊണ്ട് പറഞ്ഞതാട്ടോ. ദാ ഇത് വെച്ചോ, എന്നിട്ടേ വേഗം എങ്ങോട്ടെങ്കിലും പോവാൻ നോക്ക്. സാറേ, ഒരു ചായ വേണമായിരുന്നു. കട തുറന്നതേ ഉള്ളൂ, ഇപ്പൊ എടുക്കാം. സാർ അങ്ങോട്ട് ഇരുന്നോളൂ. ശരി. ഹലോ മാഡം. റസാഖ്, ഷാരി ചേച്ചിയുടെ ഒരു ഫോട്ടോ കൂടി ഞാനിപ്പോൾ അയച്ചിട്ടുണ്ട്. നൈറ്റിയാ ഷാരി ചേച്ചി ഇട്ടിരിക്കുന്നത്. ഓക്കെ. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. ഈ ഫോട്ടോയും കൊടുക്കണം. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ എല്ലായിടത്തും നോക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് മാഡം. ഇന്നലെ രാത്രി മുതൽ തന്നെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ കയറി ഇറങ്ങി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ ആളെ ഞങ്ങൾ കണ്ടെത്തും. ഉറപ്പായിട്ടും മാഡം, ഇന്ന് തന്നെ കണ്ടെത്തും. ഇതാ സാർ ചായ. അവിടെ വെച്ചോളൂ. ശരി. ഓക്കെ, ശരി മാഡം. ദാ ചായയുടെ കാശ്.
ഏ നീ ഇതുവരെ പോയില്ലേ? ആ, ഉവ്വ്, പോകാൻ നിൽക്കുവോ? എന്നാ നിക്കണ്ട, വേഗം പൊയ്ക്കോ. മഹേന്ദ്ര സാറേ, എന്നെ രക്ഷിക്കണം. എനിക്കൊരു കയ്യബദ്ധം വന്നു പോയതാ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഒരുത്തന്റെ ജീവൻ എടുത്തിട്ട് കയ്യബത്തോന്നോ? പറഞ്ഞില്ലേ സാറേ, അയാൾ മുന്നിലൊന്ന് ചാടിയതാ. ചവിട്ടിട്ട് ബ്രേക്ക് കിട്ടിയില്ല. രക്ഷിക്കണം. ശിവൻകുഞ്ഞ് എന്നെ കണ്ട കൊല്ലും. എടാ, നീ ഈ പറയുന്നതൊന്നും ഒരാളും വിശ്വസിക്കില്ല. നീ ഈ പറഞ്ഞ കയ്യബദ്ധം ഞാൻ പറഞ്ഞിട്ടാണെന്നാ ശിവൻ പോലും വിശ്വസിച്ചിരിക്കുന്നത്. നിന്നെ കൊണ്ട് ചെയ്യിച്ചത് ഞാനാണെന്ന്. ആ, അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ആ പയ്യനെ ഇല്ലാതാക്കുന്ന് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആ സമയത്തുള്ള ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാ. പക്ഷെ നിന്റെ കയ്യിൽ നിന്നൊരു കൈപ്പിഴ വരുമെന്ന് ഞാൻ കരുതിയില്ല ചാച്ചപ്പ. സാറെ, പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാറ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമാ ഞാനിപ്പോ അറിയാതെയാണെങ്കിലും ചെയ്തത്. സാർ എന്നെ രക്ഷിക്കണം. എണീക്കടാ. എടാ, നിന്നെ ഞാൻ രക്ഷിക്കാൻ പോയാലേ പോലീസ് എന്നെ സംശയിക്കും. ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇതൊക്കെ ചെയ്തതെന്നേ ആരും വിശ്വസിക്കൂ. അതുകൊണ്ട് ചാച്ചപ്പ, നീ എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്. സാറേ, സാറും കൂടി എന്നെ കൈവിട്ട ഒന്നുകിൽ ഞാൻ കൊലക്കുറ്റത്തിനകത്ത് പോകും, അല്ലെങ്കിൽ ശിവൻകുഞ്ഞിന്റെ കൈകൊണ്ട് മരിക്കും. രണ്ടിലൊന്ന് നടക്കും. എടാ, നീ ഈ പറഞ്ഞ ശിവൻ എന്റെ മോനാ. എന്റെ മേത്ത് അവൻ കൈവെക്കാത്തത് ഞാൻ അവന്റെ അച്ഛനായതുകൊണ്ട് മാത്രമാ. പക്ഷെ നിന്റെ സ്ഥിതി അതായിരിക്കില്ല. നിന്നെ എങ്ങാനും അവൻ കണ്ട നിന്നെ കൊന്നിട്ട് ജയിലിൽ പോവാനും അവൻ മടിക്കില്ല. ദേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന്റെ കണ്ണിപ്പെടാതെ പോലീസിൽ പോയി കീഴടങ്ങാൻ നോക്ക്. നിന്റെ രക്ഷയോർത്തൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. എന്റെ മകൻ ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടിയാ. ചെല്ല്. എന്താ സംഭവിച്ചതെന്ന് സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞ് പോലീസിന് കീഴടങ്ങ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി സാറേ. സാർ എന്നെ കൈവിട്ട സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ശിവൻകുഞ്ഞിന്റെ കയ്യിൽ പോയി പെടുന്നതിനും ഭേദം പോലീസിൽ പോയി കീഴടങ്ങുന്നതാ.